ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസ ലോകത്തിലെ പ്രവാസ ജീവിതം നയിക്കുന്ന നമ്മുടെ ഒരുപാട് പ്രവാസികളുണ്ട്. അങ്ങനെ ഒരു പ്രവാസിയുടെ ഒരു കഥകളും ഒരുപാട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ നമ്മളായിട്ട് പങ്കുവെക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം അസീസ് ഖാന് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ചെറിയൊരു ഇന്റർവ്യൂ നടത്താനുള്ള ഒരു പ്ലാനാണ്. അപ്പൊ ആ വീഡിയോ ആയിട്ട് വരാം. അസീസ് ഖാനെ നമുക്ക് വെൽക്കം ചെയ്യാം. അസീസ് ഖാൻ, പിന്നെ പുറത്തുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ എന്താണ് വിശേഷം? നമ്മളെ ബന്ധം അനുസരിച്ചിട്ട് നമ്മൾ കുറെ കാലമായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യണം അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് സംബന്ധമായിട്ട് ഇന്നാണ് നമുക്ക് അതിനൊരു സമയം കിട്ടിയത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പുള്ള അനുഭവങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. പ്രവാസ ജീവിതത്തിന് മുമ്പ് ഹോട്ടൽ ജീവിതവും പിന്നെ പെയിന്റർ ആയിരുന്നു. അതെ, പെയിന്റർ ആയിരുന്നു. അത്യാവശ്യം ആർട്സ് വർക്കുകളൊക്കെ ചെയ്യും. ആർട്സ് വർക്ക് പിന്നെ അതൊക്കെ വിട്ടിട്ട് വീണ്ടും നമ്മൾ കറങ്ങി തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ എത്തിച്ചു. ഹോട്ടലിലേക്ക് അത് എന്താണെന്ന് അറിയില്ല. നമ്മൾ ആദ്യം എടുത്ത ഫീൽഡ് ഹോട്ടൽ ഫീൽഡാണ്. അങ്ങനെ വേറെ എന്ത് മേഖലയിൽ പോയി കഴിഞ്ഞാലും തിരിച്ച് നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ എത്തിപ്പെടും. എങ്ങനെ കറങ്ങി തിന്നത് ഈ പൂച്ച എങ്ങനെ പോകുന്ന പോലെയാണ്. പൂച്ച എങ്ങനെ കാല് കായാണ്. അപ്പം ആദ്യമായിട്ട് ഖത്തറിലാണ് പോയത്. ആദ്യമായിട്ട് പ്രവാസ ജീവിതം തുടങ്ങുന്ന ഖത്തറിലാണ്. അവിടെ പോയി 6 മാസത്തിന് ശേഷം ഡ്രൈവറായി. 4 വർഷം ഡ്രൈവറായിരുന്നു. അപ്പൊ ഞാൻ കരുതി എന്നാ പിന്നെ ഹോട്ടൽ ജീവിതമൊക്കെ കഴിഞ്ഞു നമ്മള് വീണ്ടും ഒരു ഡ്രൈവറൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാന്ന് കരുതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ലൈസൻസ് വിഷയമുണ്ട്, പക്ഷെ എക്സ്പയർ ആയി. അങ്ങനെ 4 വർഷത്തിന് ശേഷം നമ്മൾ തിരിച്ചു വീണ്ടും നാട്ടിലെത്തി. അതെ, ഈ 4 വർഷം കഴിഞ്ഞിട്ടാണോ ഈ ആദ്യമായിട്ട് നാട്ടിലേക്ക് വരുന്നത്? അല്ല, ഇടയ്ക്ക് ലീവിന് പോയി. അതിനുശേഷം അവരുടെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്ക് നിൽക്കുന്ന സ്ഥാനത്തുനിന്നും ചാടേണ്ടി വന്നു. അങ്ങനെ അവിടെ ചാടി പിന്നെ സ്പോൺസർ പിടിച്ചു. ഇവിടുത്തെ നാട്ടിലുള്ള ജയില് പോലെയാണ് അവിടുത്തെ രീതി? എങ്ങനെയൊക്കെ ആയിരുന്നു? അല്ലല്ല, അവിടെ സാഫർ ജയിൽ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു ജയിലായിരുന്നു. നല്ലൊരു ഗാർഡൻ സ്റ്റൈലായിരുന്നു. ഗാർഡൻ സ്റ്റൈൽ. മൊത്തം 9 ബ്ലോക്കാണ്. ഒരു ബ്ലോക്കിൽ 9 റൂം ഉണ്ടാവും. ആ 9 റൂമിൽ 7 റൂം ഈ അവിടെ പോകുന്ന ആൾക്കാർക്കുണ്ടാവും. അവിടെ പോകുന്നവരെന്ന് പറഞ്ഞാൽ ഈ ജമ്പ് ചെയ്ത് പോകുന്നവരും പിന്നെ വിസ തീർന്നവരും മിന്നി പണിയെടുക്കുന്ന അങ്ങനെ പിടിക്കപ്പെടുന്നത്. പിന്നെ സെൻട്രൽ ജയിലിൽ നിന്ന് റിലീസായി വരുന്നവരും ഈ ജയിലിലാണ് വരിക. അവിടുന്ന് പിന്നെ നേരെ എയർപോർട്ടിലേക്ക്. വേറെ പിന്നെ പുറലോകം അവർ കാണില്ല. അപ്പൊ ഈ 7 റൂമിൽ ആളുണ്ടാവും. അപ്പം പിന്നെ ഒരു റൂം പ്രയർ റൂമാണ്. അപ്പം ജുമായ ഉണ്ടാവും. അവിടുത്തെ ഈ ആദ്യമായിട്ട് നിങ്ങൾ ഖത്തറിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലേ, അതങ്ങനെ വിസയിൽ തന്നെ പോയതാണോ? നാട്ടിലേക്ക് വിസ വന്നിട്ട് മെഡിക്കൽ എവിടെയായിരുന്നു? മെഡിക്കൽ എവിടെയാണ്? വിസിറ്റ് എടുത്തിട്ടൊന്നല്ല, ഡയറക്റ്റ് പോകുന്നത് ഈ ഒരു വീട്ടിലേക്കാണ്. അതായത് ഈ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിട്ട് വീണ്ടും. അത് കഴിഞ്ഞിട്ട് ഈ 4 വർഷം കഴിഞ്ഞിട്ട് ഈ മറ്റേ ഔട്ട് പാസ് ഇതൊക്കെ ആയിട്ട് അവിടുന്ന് ജയിലിൽ 20 വർഷത്തിന് ശേഷം കയറ്റി വിട്ടു. ടിക്കറ്റ് എടുക്കുന്നതാണോ അല്ല നമ്മൾ എടുക്കുന്നതാണോ? ടിക്കറ്റ് അറബി എടുത്തു. പക്ഷെ എന്റെ കാശിനായിരുന്നു അത്. ഞാൻ മുന്നിപ്പണിയെടുത്തിട്ടുള്ള കാശൊക്കെ അറബി വാങ്ങിച്ചു പോയി. ആ കാശ് കൊണ്ട് ടിക്കറ്റ് എടുത്തു. എന്നിട്ട് നാട്ടിൽ വന്നു. പിന്നെ 2 വർഷം നാട്ടിൽ തന്നെയായിരുന്നു. ഈ നമ്മുടെ ഇപ്പൊ 4 വർഷം പ്രവാസ ജീവിതം ഖത്തറിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് നല്ല ചിന്തിക്കാനോ അല്ലെങ്കിൽ വിഷമം വരുന്നതോ അല്ലെങ്കിൽ സന്തോഷം വരുന്ന വല്ല മൂവ്മെന്റുകളോ വല്ല ഉണ്ടായിരുന്നു? അതിലെനിക്ക് മറക്കാൻ പറ്റാത്ത 2 ആൾക്കാരുണ്ട്. ഒന്നൊരു അബ്ദുള്ള കുറ്റിയാടി എന്നുള്ള ഡ്രൈവറായിരുന്നു. പിന്നെ ഒരു അൽഷാം ഗ്രോസറിയിലുള്ള മഹമ്മൂദ് ഖാൻ. അദ്ദേഹം മരണപ്പെട്ടു ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഈ ഞാൻ ഈ നിൽക്കുന്ന അറബി വീട്ടിൽ എന്ന് പറയുമ്പോ എനിക്ക് കൃത്യമായ രീതിയിലുള്ള ഫുഡുകളൊന്നും കിട്ടില്ല. അപ്പോ എന്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കി ഈ 2 കക്ഷികളാണ് എനിക്ക് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ അബ്ദുള്ളന്റെ റൂമിൽ അധികം പ്രവാസ ജീവിതത്തിന് നമ്മുടെ ചില ആൾക്കാർ ഇങ്ങനത്തെ ഒന്നും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഒന്നും ഈ ഇത് ചെയ്യാത്ത ഒരുപാട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാർ പ്രവാസ ജീവിതത്തിലുണ്ട്. പക്ഷെ അത് കൂടുതലും പ്രവാസ ജീവിതത്തിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി കൂടുതൽ ഉണ്ടാകുന്നത്. നമ്മളിപ്പോ നാട്ടിലാണെങ്കിൽ ഒരു ഈ ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ പൈസ കൂടുതൽ വരുന്നത് ഗൾഫ് എന്നുള്ള. ഞാന് അവിടെ ഉള്ളപ്പം തന്നെ ഈ അബ്ദുള്ളാന്റെ കെയർ ഓഫില് 2-3 പ്രാവശ്യം നാട്ടിലെ
2-3 പേർക്ക് വേണ്ടിയിട്ടുള്ള പിരിവ് നടത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡ്രൈവർ ആയത് കാരണം എനിക്ക് ഒരുപാട് സ്ഥലത്ത് പോകാൻ പറ്റും. അപ്പൊ ഞാൻ പുള്ളി തരുന്ന കൂപ്പണുമായിട്ട് പോയിട്ട് ഒരുപാട് കാശ് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കത് വലിയൊരു നാളത്തേക്കുള്ള ആ ഒരു ചിന്താഗതിയിൽ ചെയ്ത കാര്യമാണ്. ഈ വേറെ എന്തെങ്കിലും ദുഃഖകരമായിട്ടുള്ള വല്ല അനുഭവങ്ങളും? ദുഃഖകരമായിട്ട് അറബി വീട്ടിലല്ലേ, അതിന്റേതായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇടയ്ക്ക് മരുഭൂമിയിലൊക്കെ പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകും. അപ്പൊ മരുഭൂമിയിലൊക്കെ ഉള്ള ഉറക്കമൊക്കെ എന്ന് പറയാൻ മണല്ലേ അയച്ചു വെച്ച് ഹോട്ടൽ മേഖലയിലേക്ക് 2 വർഷം നിന്നു. 2 വർഷം നാട്ടിൽ തന്നെ ഹോട്ടൽ ജീവിതം. അതിനുശേഷം ഒമാനിലെ ഒരു അൽ അത്നൈൻ കാറ്ററിംഗ് കമ്പനിയിലേക്ക് എനിക്ക് ജോലി കിട്ടി. എവിടെ? മസ്കത്തിൽ ഗാലയിലാണ് അവരുടെ ഓഫീസ്. അവിടെ പോയി കുക്കായിട്ടായിരുന്നു. അങ്ങനെ 2 വർഷത്തിന് ശേഷം ലീവിന് നാട്ടിൽ പോയി. തിരിച്ചും കൊണ്ടും വന്നു. അപ്പോ അടുത്ത വിസ തീരാതപ്പം ഒരു കക്ഷി എന്നോട് പറഞ്ഞു അവിടെ നിന്ന് കിട്ടും, നിങ്ങൾക്ക് തന്നെ ഒരു കടയിൽ ഷെയർ തരാം. ഞാൻ പറഞ്ഞു ഷെയർ ഒന്നും വേണ്ട, എനിക്കിപ്പോ അവിടെ ഒരു 120 റിയാൽ കിട്ടുന്നുള്ളൂ. അപ്പൊ പ്രശ്നമാക്കണ്ട, 10-200 റിയാൽ ഞാൻ ശമ്പളം തരാം എന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തു. റിസൈൻ കൊടുത്തപ്പോൾ കമ്പനിയിലെ GM അടക്കം വിളിപ്പിച്ച് സംസാരിച്ചു. റിസൈൻ ഒഴിവാക്കണം, എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. പക്ഷെ എന്റെ മെന്റാലിറ്റി അപ്പോ ഇയാള് പറഞ്ഞ ദുബായിക്ക് പോകണം അല്ല, അവിടെ തന്നെ. അപ്പൊ പുള്ളി കട നടത്തുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ എന്ത് ചെയ്തു, ഞാൻ ഈ ഇതിൽ കുറച്ചു അങ്ങനെ റിസൈൻ അടിച്ചു. ഒരു സെറ്റിൽമെന്റ് ഒക്കെ ചെയ്ത് വിട്ടു. നാട്ടിൽ പോയി 6 മാസത്തിന് ശേഷം യാതൊരു വിവരമില്ല. 6 മാസം കഴിഞ്ഞിട്ട് ഒരു വിവരമില്ല. അപ്പൊ ഞാൻ പണിക്ക് പോകും നാട്ടില്, ഒരു ഹോട്ടലിൽ കയറി. അപ്പോ 6 മാസത്തിന് ശേഷം വേറൊരു കക്ഷി എന്നെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ വിസ ശരിയായിട്ടുണ്ട്, 60,000 രൂപ അടുത്തയാഴ്ച എന്റെ വീട്ടിലെത്തിക്കണം. അപ്പൊ എന്നോട് വിസക്ക് കാശൊന്നും വേണ്ട, പോയി 3 മാസം മുന്നേ ഞാൻ വിസ അയച്ചിരുന്നു പറഞ്ഞല്ലേ. ഞാൻ ചിന്തിച്ചു 60,000 ആദ്യം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കാശും ചോദിക്കുന്നത് ഉറപ്പല്ലേ. ഞാൻ പിന്നെ സംസാരിക്കാൻ പറഞ്ഞു. പിന്നീട് യാതൊരു വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ 1 വർഷത്തിന് ശേഷം ഈ പറഞ്ഞ കക്ഷി എന്നെ വിളിച്ചു നോക്കി, ഉണ്ടായി അസീസ് ഉണ്ടായി ഒരു വിസ ശരിയായിട്ട് 1 വർഷത്തിന് ശേഷം നമുക്കൊരു വിസ ശരിയായിട്ടുണ്ട്. എന്താ, ഒരു അറബി വീട്ടിൽ ഡ്രൈവറാണ്, സാലറി അതൊരു 80-90 റിയാൽ കിട്ടും. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇതിന്റെ വാക്ക് കേട്ടിട്ടാണല്ലോ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അപ്പോ ഞാൻ പറഞ്ഞു ശരിയാം എന്ന് പറയാം. എനിക്ക് ദേഷ്യവും വന്നു, സങ്കടവും വന്നു. പിന്നെ പുള്ളിയോട് അങ്ങനെ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരു കക്ഷിയാണ് ആള്. എന്തോ പുള്ളിക്ക് ചിലപ്പം കിട്ടാഞ്ഞിട്ടായിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഈ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് പണിക്ക് പോകാനും പറ്റില്ല, സ്ഥിരം പണിക്ക് പോകാനുള്ള കയറാൻ പറ്റില്ല. 2 വർഷത്തോളം എടുത്തപ്പാണ് ഞാൻ നാട്ടിൽ പണിവെക്കുന്ന നല്ല മലയാളിയായിരുന്നു. എവിടെ? നാട്ടില്. അപ്പൊ രാവിലെ പോകണം. അവിടെ രാവിലെ പോയിട്ട് നോക്കുമ്പോ താമസിക്കുന്നുണ്ട് മുതലാളി ഒരു ബൈക്കൊക്കെ വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ദിവസം അയൽവക്കത്തുള്ള ഒരു കക്ഷി പെട്ടെന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു, നാളെ തന്നെ പോകണം. എന്നിട്ട് എവിടെ? ദുബായിലേക്ക് പോകണം. നാളെ തന്നെ ദുബായിലേക്ക് പോകണം. കണ്ണൂരേക്ക് ബസ്സിന് പോക്കുന്നില്ല, KSRTC പോകുന്നില്ല. അല്ല, ഞാൻ വിസ വെച്ചിട്ട് അവിടെ ആളില്ല, പുറത്തോട്ട് പോകണം. അങ്ങനെ ദുബായിലേക്ക് പുള്ളിയുടെ വേറെ പുള്ളി പറഞ്ഞിരിക്കുന്ന ദുബായ് കാർഗോ വില്ലേജിലുള്ള ഓൾഡ് എയർപോർട്ട് റെസ്റ്റോറന്റിലേക്ക് വിസ വന്നു. ഞാൻ അവിടെ പോയി 9 വർഷക്കാലം. 9 വർഷക്കാലം അൽഹംദുലില്ലാ നല്ല മുതലാളിയായിരുന്നു. സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. മലയാളി, കണ്ണൂർ പയ്യന്നൂർ പെരുമ്പയിലുള്ളവരായിരുന്നു. ഹാരിസ് മൂത്തയാളി മറക്കാൻ പറ്റാത്തൊരു മുതലാളിയാണ്. അങ്ങനെ 9 വർഷത്തിന് ശേഷമാണ് നമ്മളെ കൊറോണ എന്നുള്ള ആ വിപത്ത് വന്നതോടുകൂടി നമ്മളെ ഒരുപാട് ആൾക്കാരുടെ ജോലി. അപ്പോ ആദ്യമൊക്കെ തുറക്കുമായിരുന്നു. പക്ഷെങ്കിൽ പകുതി ആൾക്ക് പണിയുണ്ടാവും, പകുതി ആൾ റൂമിൽ. അങ്ങനെ 1 മാസത്തെ പകുതി ശമ്പളം കിട്ടും. പിന്നെ ഹോട്ടലിൽ മൊത്തം പൂട്ടി നോമ്പായപ്പോ. നോമ്പിൽ ഞങ്ങള് സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്
ഭക്ഷണമൊക്കെ വേണ്ടേ. നമ്മള് അവിടെ ഈ അറബികളൊക്കെ ഭക്ഷണം കൊണ്ട് നമ്മൾ ഈ എത്ര ആൾക്കാർ ഒരു പിന്നെ തീരില്ല. അത്രയും വലിയൊരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്താണ് ഭക്ഷണം വരിക. ചില സമയം അവിടെ എത്തുമ്പോഴത്തേക്ക് സാധനം തീർന്നു വെക്കുന്നുണ്ടാവും. അപ്പം പിന്നെ നമ്മൾ പരക്കം പറയും എവിടെ നിന്നും കിട്ടുമോ. കാരണം ഒരു കിറ്റ് കിട്ടി കഴിഞ്ഞാല് ഒരു ദിവസത്തിൽ അത് ബിരിയാണി ആയിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ലതുമായിരിക്കും. എന്തായാലും അതാണ് ആ ഒരു മാസത്തിൽ നമ്മളുടെ. പിന്നെ ഹോട്ടലിന്റെ ഭാഗം മലയാളിന്റെ ഭാഗം ഒരു നേരത്തെ അവിടുന്ന് പണി മൊത്തം പോയി. അങ്ങനെ ഒരു മെസ്സിൽ എനിക്കൊരു ജോലി കിട്ടി കുക്കായിട്ട്. അപ്പൊ അവിടെ കുഴപ്പമില്ലായിരുന്നു. കൊറോണ കഴിഞ്ഞിട്ടില്ല. കൊറോണ നിലവിലുണ്ട്. പക്ഷെ മെസ്സിൽ കിട്ടി. ഒരു വലിയൊരു ഫ്ലാറ്റിലുള്ള ഒരു മെസ്സായിരുന്നു. അപ്പൊ അവിടെ കയറി 2 മാസം കഴിഞ്ഞു. നല്ല മാന്യമായ ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 2 മാസത്തിന് ശേഷം അവിടെയുള്ള മുതലാളി നാട്ടിൽ പോയിരുന്നു. അയാൾക്ക് പിന്നെ ദുബായിൽ ഇറങ്ങാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നം. ഈ അനിയൻ കുട്ടിക്ക് കല്യാണം കഴിക്കണം. അപ്പൊ അവന് നാട്ടിൽ പോകണം. അപ്പൊ നാട്ടിൽ പോകുമ്പോ അവനെന്ത് ചെയ്ത് മെസ്സ് വേറൊരാൾക്ക് നാട് പിടിക്കലേ ഉള്ളൂ. വേറെ കൊറോണ ആയതുകൊണ്ടായിരിക്കും ആള് വേണ്ട. കാരണം ഒരാളെ തന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞാൻ പഴയ മുതലാളിന്റെ ആരിസ് ഖാനോട് പറഞ്ഞ് ആരിസ് ഖാൻ കുറച്ച് ദിവസം റൂമിൽ കിടന്നോട്ടെ. ആരിസ് ഖാൻ പറഞ്ഞോ നീ കിടന്നോ, അതൊന്നും ചോദിക്കേണ്ട ആവശ്യം, അവിടെ കയറി കിടന്നാൽ പോരേനോ. അങ്ങനെ ആ റൂമിൽ കിടക്കുകയും നാട്ടിൽ വരാനുള്ള പദ്ധതി പലരോടും ചോദിച്ചു, രാഷ്ട്രീയക്കാർത്തിനൊക്കെ. പക്ഷെ ഈ കൊറോണ കാരണം ആരുടെ ഇല്ല. അവസാനം ആരിസ് ഖാനോട് ഞാൻ പറഞ്ഞു, ആരിസ് ഖാൻ എനിക്ക് നാട്ടിൽ പോകണം, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. ആരിസ് ഖാൻ പറഞ്ഞു നിന്റെ വിഷമങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, നീ എന്തുകൊണ്ട് എന്നോട് ആദ്യം ചോദിച്ചിട്ടില്ല, ഞാൻ ആദ്യം എന്നോടല്ലേ പറയണ്ടേ. അങ്ങനെ അദ്ദേഹം എനിക്ക് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു.